കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് വീണ്ടും ഒരു ബെൻസായിട്ടാണ് വന്നേക്കണം. ബെൻസ് GLC. അപ്പോൾ ഈ വാഹനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2016 ലാസ്റ്റ് ഇറങ്ങിയേക്കണ വാഹനമാണ്. വളരെ നീറ്റായിട്ട് ഉപയോഗിക്കുന്ന വാഹനമാണ്. പിന്നെ ഇത് നിലവിൽ കേരള രജിസ്റ്റേർഡ് അല്ല, ഇത് പോണ്ടിച്ചേരി രജിസ്റ്റേർഡ് വാഹനമാണ്. അത് കേരളത്തിലേക്ക് ആക്കി കൊടുക്കുമ്പോഴുള്ള അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ അത് കൺവേർഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ചെയ്തു തരുന്നതാണ്. പിന്നെ റേറ്റൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പോണ്ടിച്ചേരി വാഹനം കൊണ്ട് തന്നെ വളരെയധികം റേറ്റ് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾ പ്രൈസും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം ഫുള്ള് കണ്ടുവരാം. ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, എഞ്ചിൻ ഭാഗം എല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, കാരണം എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. വീഡിയോ കണ്ടുവരാം, അതിനുശേഷം നമുക്ക് പ്രൈസ് പറയാം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണത് 2016 മോഡൽ ബെൻസ് GLC ആണ്. അപ്പോൾ വാഹനത്തിൻ്റെ നമ്മൾ ജസ്റ്റ് ഒരു ലുക്ക് അറൗണ്ട് വീഡിയോയിലേക്കാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ നല്ലൊരു ബ്ലൂ കളറിലാണ് വാഹനം വന്നത്. കണ്ടോ, സൈഡും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. അതേപോലെ നമുക്ക് ഇവിടെ വിൻഡോസ് നോക്കിയാലും എവിടെ നോക്കിയാലും നമുക്കൊരു ക്വാളിറ്റി ഫീൽ കിട്ടുന്നത്. 2016 പറഞ്ഞാൽ നമ്മളങ്ങനെ ചിലപ്പോൾ വണ്ടി മോശം ക്വാളിറ്റിയാണ് എന്നൊക്കെ ചിലപ്പോൾ ചിലർക്ക് തോന്നിയേക്കാം. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഇവിടെ സംഭവം നോക്കാം, ഫുള്ള് ബോഡി ക്വാളിറ്റി നിൽക്കുന്ന വണ്ടിയാണ്. കേട്ടോ, എന്തെങ്കിലും ഇതിൽ പ്രശ്നമുണ്ടോ നോക്കി, നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന നല്ല കലക്കം വണ്ടി. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിലാണ് നമ്മൾ പറയാൻ പോകണം. അപ്പോൾ നമ്മൾ നിലവിൽ ഇപ്പോൾ GLC വാഹനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സൈസും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു കുറച്ച് ഹ്യൂജ് വണ്ടിയാണ്. വാഹനങ്ങൾ നമുക്ക് നോക്കാം. അതേപോലെ നമുക്കിനി വീലാർസും ടയർ കണ്ടീഷനും കാര്യങ്ങളും നോക്കിയേക്കാം. വീലാർസിലേക്ക് വരുമ്പോൾ നല്ല നീറ്റായിരിക്കും. വീലാർസും കൂടെ കാണാം. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. നമുക്ക് ബമ്പേഴ്സ്, ബോണറ്റിലേക്ക് വരാം. ബോണറ്റായാലും ഒരു രീതിയിലുള്ളൊരു സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും ബോണറ്റിൽ കിട്ടുന്നില്ല. വിൻഷീൽഡും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വിൻഷീൽഡും നമുക്ക് കാണാൻ പറ്റും. അതേപോലെ നമുക്കിനി ഇവിടെ ലാമ്പിലേക്ക് വരാം. ലാമ്പ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലാമ്പ് കാണാൻ പറ്റും. താഴെ എയർ വെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഗില്ലായാലും നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന ഗിൽസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയും ലാമ്പ് നോക്കാം, നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. നമുക്കിവിടെ വീലാർസിലേക്ക് പോകാം. ഈ വീലാർസും നല്ല നീറ്റായിട്ടിരിക്കുന്ന വീലാർസും നമുക്കിവിടെ കാണാൻ പറ്റും. കുഴപ്പമില്ലാത്ത ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്ക് രണ്ട് ഡോറിലേക്കും പോകാം. രണ്ട് ഡോറായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഡോർസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ ഗ്ലാസ് നോക്കാം. ഗ്ലാസ്സും നല്ല നീറ്റായിട്ടിരിക്കുന്ന ഗ്ലാസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ ഇവിടെ റൂഫ് റെയിലും കാര്യങ്ങളും നോക്കാം, നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. ഇവിടെ നമുക്ക് വീലാർസ് നോക്കാം. ഈ വീലാർസ് ആയാലും നീറ്റായിട്ട് ഇരിക്കുന്ന വീലാർസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സും നമുക്ക് കാണാം. ബാക്കിലേക്ക് വരാം. നല്ല നീറ്റായിട്ടിരിക്കുന്ന വിൻഷീൽഡ് വിത്ത് ഡിഫോഗേഴ്സ്, റിയർ വൈപ്പറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ലിഡായാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സിനും ആ ക്വാളിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്കിവിടെ സൈഡ് പോർഷനിലേക്ക് വരാം. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസും നീറ്റായിട്ട് ഇരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. രണ്ട് ഡോറ് നോക്കാം. രണ്ട് ഡോറും ഇവിടെ വൃത്തി തന്നെ ഇരിക്കും. ഡോർസ് കാണാൻ പറ്റും. നമുക്ക് ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സിന് പരിചയപ്പെടാം. ഇവിടെ 4 പവർ വിൻഡോസും ബാക്കിയുള്ള കൺട്രോൾസും കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. മെമ്മറിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സ് നോക്കാം. ഇൻറ്റീരിയേഴ്സ് ആയാലും ഇവിടെ സീറ്റ്സൊക്കെ നല്ല ടോപ്പ് ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. വിത്ത് നമുക്ക് തൈ സപ്പോർട്ടൊക്കെ എക്സ്റ്റെൻഡബിൾ ടൈപ്പ് വെച്ചാണ്. ഒരു ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ നല്ല സുഖമുണ്ട് ഇരിക്കാനായിട്ട്. നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നല്ല തൈ സപ്പോർട്ടും കാര്യങ്ങളും വരുന്നുണ്ട്. കിലോമീറ്റർ 74,000 കിലോമീറ്റേഴ്സ് ഓടിയുണ്ട്. പിന്നെ ഇവിടെ ആ ഒരു മിഡിലെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ ചെറിയൊരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ലെതർ ഡാഷ് ബോർഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ഇവിടെയും ബാക്കിയുള്ള കൺട്രോൾസ് കിട്ടുന്നുണ്ട്. ഇവിടെ ചെറിയ സ്റ്റോറേജ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സീറ്റ്സും കാര്യങ്ങളും നോക്കാം. റിയറിലെ സീറ്റ്സ് ആയാലും നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. ഇവിടെ നമുക്കൊരു സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഈ ഒരു ഇൻറ്റീരിയേഴ്സിൽ ഫ്രണ്ട് പോർഷനിൽ നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കൊന്ന് എക്സിറ്റ് അടിക്കാം. അതിനുശേഷം പാസഞ്ചർ സൈഡിൽ എന്താണ് അവസ്ഥ നോക്കുക. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെയും നമുക്ക് ഡോർ നോക്കാം. ഡോർ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർസ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന സീറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ലെഗ് റൂം നോക്കാം, ഇഷ്ടംപോലെ സ്പേസ്. അതേപോലെ AC വെൻറ്റ് വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. കേട്ടോ, നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന മിഡിൽ നമുക്കൊരു ആംറെസ്റ്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെയും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് നമ്മുടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് എഞ്ചിൻ ഭാഗവും ബൂട്ടും കാര്യങ്ങളും ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ബെൻസിൻ്റെ എൻജിൻ ഭാഗം. GLC വാഹനങ്ങളുടെ എൻജിൻ എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ
വിശാലമായിട്ട് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുകയായിരിക്കും. അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാറുള്ളത്. കണ്ടോ എന്തെങ്കിലും രീതിയിലുള്ളൊരു ലീക്കേജോ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാം കേട്ടോ. ക്യാമറ വളരെ സ്ലോയാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ എഡ്ജസൊക്കെ നോക്കിയേക്കാം. ഇവിടെ ലിഡ് നോക്കാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ ലോവർ പോർഷൻ നോക്കാം. ഇവിടെ എഡ്ജസ് നോക്കാം. എഡ്ജസ് ആയാലും നല്ല കുത്തി തന്നെ ഇരിക്കുന്ന എഡ്ജസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് പയ്യെ ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ കീ എടുക്കാം. കീ എടുത്തിട്ട് നമുക്ക് ബൂട്ട് ചെക്ക് ചെയ്യാം. കമാ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കീ വന്നേക്കണേ. നമുക്ക് യെസ്, നല്ല ഹെവി ഡോറാണ്. അപ്പോൾ അതിവിശാലമായിട്ടൊരു ബൂട്ടും കൂടെ കാണാൻ പറ്റും. ഇഷ്ടംപോലെ സ്പേസ് അല്ല. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ ക്യാരിങ് ഹുക്ക് കിടക്കുന്നുണ്ട്. അതുപോലെ ചാർജർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ജസ്റ്റ് ബട്ടൺ ഉണ്ട്. എന്താ സംഭവം നോക്കിക്കാട്ടോ. യെസ്, റിക്ലൈനിങ് സാധനം കേട്ടോ. നമ്മൾ ചില വാഹനങ്ങളിൽ മാത്രം GLC വാഹനങ്ങൾ എനിക്ക് തോന്നാം ഈ ഒരു സംഭവം ഓപ്ഷൻ കൊടുക്കണം. അതേപോലെ ഇവിടെ ഉണ്ടാവും. യെസ്, നൈസ്. അതാ ഫുള്ള് നമുക്ക് ബെഡ് പോലെ ആക്കാം. തിരിച്ചു വരണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം തോന്നുന്നു. അങ്ങോട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ എഡ്ജസ് നോക്കിയേക്കാം. എഡ്ജസ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന എഡ്ജസ് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ. അതേപോലെ ലിഡ് നോക്കാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ്. ഒരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളോ നമുക്കിവിടെ കിട്ടുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ സംഭവം നോക്കാം. ഇവിടെ നമുക്ക് ടൂൾ കിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇഷ്ടംപോലെ സ്പേസും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു ലക്ഷറി വീക്കാണത്. ഈ വന്ന വാഹനങ്ങളൊക്കെ കുറച്ച് ലക്ഷറി വാഹനങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെട്ട 2016 മോഡൽ GLC ആണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിലേക്ക് കടന്നേക്കാൻ മുമ്പ് തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ്, ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 30.50 lakhs ആണ്. അത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോയും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഷോറൂം കോൺടാക്ട് നമ്പറും എൻ്റെ പേഴ്സണൽ വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ലോൺ വേണമെങ്കിൽ ലോൺ ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് ഒക്കെ റെഡിയാക്കി തരുന്നതാണ്. വണ്ടി കിടക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ചാനൽ ഫോളോ ചെയ്തേക്കാം, സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.